സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ അർപ്പിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, പ്രിയങ്ക എത്ര പ്രാവശ്യം സ്വന്തം മണ്ഡലമായ വയനാട് കണ്ടിട്ടുണ്ട്? പോട്ടെ, ഇടയ്ക്കിടയ്ക്ക് വന്നു കണ്ടുപോകാൻ അമ്മ വീടൊന്നും അല്ലേ എന്ന് പറയാം. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായിട്ട് എത്ര പ്രാവശ്യം അതിനു വേണ്ടി പ്രിയങ്ക അവിടുത്തെ ജനങ്ങളെ കാണാൻ വന്നു? അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് അനുവദിച്ചു കൊടുക്കാത്ത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞോ? ഇനി പറയാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? ഇതൊന്നുമല്ലെങ്കിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ട് പ്രതികരിക്കാം എന്നാണോ? ഒരു കാലില്ലാത്തവൻ നഖമൊടിഞ്ഞു പോയവനെ കുറ്റം പറയുമോ പ്രിയങ്കേ? വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് കഴിഞ്ഞ 20 ദിവസമായി സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുകയാണ് ആശാവർക്കർമാർ. ആശമാരുടെ സമരം ന്യായമാണ് എന്നും അതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. എക്സിലായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. പക്ഷേ വാഗ്ദാനമൊക്കെ അങ്ങ് തലസ്ഥാനത്ത് മണിമാളികളിൽ ഇരുന്നാണ് കേട്ടോ. വലിയ വാഗ്ദാനമൊക്കെ പറയാൻ രാഷ്ട്രീയക്കാരെ ആരും പഠിപ്പിക്കണ്ടല്ലോ. കേരളത്തിലെ ആശാവർക്കർമാർക്ക് വേതനത്തിൽ 7000 രൂപയുടെ വർധനവാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് ആശാവർക്കർമാർ എന്ന് പ്രിയങ്ക പറഞ്ഞു. പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിസ്വാർത്ഥമായി സമൂഹത്തെ സേവിക്കുന്നു എന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ ആദ്യ കാലയളവിലാണ് ആശാവർക്കർമാർ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ ശൃംഖലയുടെ അവിഭാജ്യ ഘടകമായി മാറിയത്. കോവിഡിനെതിരായ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് ജീവൻ പണയപ്പെടുത്തി ഇന്ത്യയിലുടനീളമുള്ള എണ്ണമറ്റ കുടുംബങ്ങൾക്ക് മാതൃപരിചരണവും ആരോഗ്യ സേവനങ്ങളും നൽകാനും ആരോഗ്യ സംരക്ഷണം ഏറ്റവും അരികുവൽക്കരിക്കപ്പെടുന്നവർക്ക് പോലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാനും അവർക്കായിട്ടുണ്ട് എന്നാണ് പ്രിയങ്ക പറയുന്നത്. കേരളത്തിൽ ആശാവർക്കർമാർക്ക് തങ്ങളുടെ തുച്ഛമായ ഓണറേറിയമായ 7000 രൂപയിൽ ന്യായമായ വർധനം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിക്കുന്നത്. കർണാടകയിലും തെലങ്കാനയിലും ആശാവർക്കർമാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ് ഇത്. ഇതൊക്കെ പ്രിയങ്കയുടെ കണ്ടുപിടുത്തമാണ് കേട്ടോ. അവരുടെ പോരാട്ടം അന്തസ്സിനും ബഹുമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. സമൂഹത്തിന്റെ നട്ടെല്ലായ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ അവരുടെ അവകാശങ്ങൾക്കായി യാചിക്കേണ്ടി വരുന്നത് ഭയാനകമാണ്. നീതിക്ക് പകരം കേരള സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിച്ചത് നിസ്സംഗതയും അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളുമാണത്രേ. കേരളത്തിലെ ആശാപ്രവർത്തകരോട് കോൺഗ്രസ് അചഞ്ചലമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ശരിക്കും ഇനിയാണ് കേട്ടോ പ്രിയങ്കയുടെ ഏറ്റവും വലിയ തമാശ. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ പോരാട്ടം വെറുതെയാകില്ല എന്നും അടുത്ത വർഷം UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുമെന്നുമാണ് പ്രിയങ്ക പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വീമ്പ് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ആദ്യം പാർട്ടിക്കകത്തുള്ള സീറ്റിന് വേണ്ടിയുള്ള തമ്മിൽ തല്ലൊന്ന് അവസാനിപ്പിക്കൂ. എന്നിട്ടല്ലേ കേരളം മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങി ഭരിക്കുന്ന കാര്യം? ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ പ്രിയങ്കേ? ഇവിടെ സതീശനും സുധാകരനും കൂടി തമ്മിൽ തല്ലിയും പിന്നിൽ നിന്ന് കുത്തിയും ഉന്തിയും ഒക്കെ നോക്കിയിട്ടും കേരള രാഷ്ട്രീയം കൂട്ടിയാൽ കൂടുന്നില്ല. പിന്നെയാണ് പ്രിയങ്ക. ഡൽഹി കയ്യിൽ നിന്ന് പോകുമെന്നായപ്പോൾ കേരളത്തിലേക്ക് ചേക്കേറതൊക്കെ കൊള്ളാം. പക്ഷേ ഭരണം അത് വെറും സ്വപ്നമാണ്. ഭരിക്കാൻ പിണറായിക്ക് അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ കാലം മുതലേ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ന്യായമായ അവകാശങ്ങൾ കൃത്യസമയത്ത് കൊടുക്കാനും കേരള മുഖ്യന് നന്നായി അറിയാം. കേരളത്തിന്റെ ഭരണക്കസേര കണ്ടിട്ട് പ്രിയങ്ക വെറുതെ വെയിൽ കൊണ്ട് തൊലിപ്പുറം ചോപ്പിക്കേണ്ട.